എനിക്ക് വൈബ് സെറ്റ് ആവില്ല. എനിക്കിപ്പോ ഇനി ഫ്രീ ആയിട്ട് നടക്കണം. എനിക്കറിയാം നീ കുറെ പേര് തേക്കുന്ന ആളാന്ന് അറിയാം, പക്ഷെ അവരെ പോലെ അല്ല ഞാൻ. എനിക്ക് കാരണം നല്ല ചെക്കനെ കിട്ടൂലേ? ഞാൻ ഒരു ദിവസം അറിയാണ്ട് നിന്റെ ഫോണൊന്നും എടുത്ത് നോക്കിയായിരുന്നു നീ ബാത്റൂമിൽ പോയ സമയത്ത്. ഈഗോ നല്ല പ്രശ്നമുണ്ട്, നല്ല ഈഗോ പ്രശ്നമുണ്ട്. എനിക്ക് പേടിയാണ്. ഇല്ല, എന്നോടൊന്നും പറയില്ല. എനിക്ക് നല്ല ഈഗോന്റെ പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാല് എനിക്ക് ഫേമസ് ആവുന്നതിന്റെ ചെറുപ്പത്തിലുണ്ട്. എന്ത് മേഖലയെന്നില്ല, എങ്ങനെയായാലും പുറത്തു പോകുമ്പോ നാലാളെ അറിയണം. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയി. ഞാൻ തന്നെ തേച്ച്. അതെ അതെ. ശരിക്കും എത്ര റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ കയ്യും പണ്ണാൻ പറ്റൂല, അത്രക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ അപ്പം ബ്രേക്കപ്പ് ഉണ്ടാവുന്നേ എല്ലാം വാവ തന്നെയാണോ തേക്കുന്നേ? ഇന്ന നേരെ ഒരു പെണ്ണ് തേച്ചിട്ടില്ല. അതിന്റെ സമയം കൊടുക്കണ്ടേ, അതിന്റെ മുമ്പ് തേക്കണേ. നമ്മളന്നെ അങ്ങോട്ട് തേക്കും. മൂവിയിൽ ഇപ്പൊ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടാണ് വെച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടെ ആര് അഭിനയിക്കണം എന്ന് ആഗ്രഹം? ഹണി റോസ്. വെറുതെ ഇവന്റെ ചാറ്റ് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞത് ഐ മീൻ ഒരു എന്താ പറയാ, നീ ഓൾജിബ്ര ഒന്നും പഠിച്ചിട്ടില്ല? അതിനൊക്കെ സ്കൂളിൽ ലൈൻ അടിക്കാനൊക്കെ പഠിപ്പിച്ചു. ഇല്ല, ഡേറ്റിംഗ് ഇസ് നോട്ട് എ പ്രോമിസ്. മലയാളം പറയട്ടോ, ഇംഗ്ലീഷ് ഒന്നും പറയല്ലേ. വാവയുടെ ഒരു ഗേൾ ഫ്രണ്ട് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? പെണ്ണായ മതി. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം, ഇങ്ങ് തരാം മേലേ തങ്കനിലാക്കിണ്ണം. ഹലോ മൈ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. ഇന്നപ്പോ എന്റെ കൂടെ ചക്കമ്പക്കത്തിലുള്ളത് സൂപ്പർ വാവ. താങ്ക് യു. എന്താണ് ഈ സൂപ്പർ വാവ? ഞാനാണ് സൂപ്പർ വാവ. മീൻസ് ഞാൻ സൂപ്പർ ആണ് സൂപ്പർ വാവ. അങ്ങനെ സ്വന്തം ഇട്ട പേരാണോ? ആ സ്വന്തം. അത് മീൻസ് ഇപ്പൊ നമ്മള് ഈ വിജയ് സൂപ്പർ ആ മൂവിയിൽ പുള്ളിക്കാരൻ തന്നെ ഇട്ട പേരാണ് സൂപ്പർ എന്നുള്ളത്. അപ്പൊ അതുപോലെ സ്വന്തം ഇട്ട പേരാണോ? അത് സ്വന്തം ആണോ? ശരിക്കുള്ള പേരെന്താ? അപ്പൊ ശരിക്കുള്ള പേര് സഫാൻ. അപ്പൊ ഞാനിപ്പോ എന്താ വിളിക്കണ്ടേ? വാവയെന്ന് വിളിച്ചാ മതി. ഓക്കെ, എന്താ ചെയ്യുന്നേ? ലൈക് വ്ളോഗർ ആണെന്ന് എനിക്കറിയാം. പഠിക്കുവാണോ ഇപ്പം? ഞാൻ ഇപ്പൊ നിലവിൽ പഠിക്കണില്ല. ഞാനിപ്പോ 21 ക്ലാസ് തുടങ്ങും. ഞാൻ ബാംഗ്ലൂർ പോണ്. ബാംഗ്ലൂരാ പഠിക്കുന്നേ? പഠിക്കണില്ല, പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതിനു മുമ്പ് എന്താ ചെയ്തേ? ഇതിനു മുമ്പ് ഞാൻ ഫുട്ബോളർ ആയിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമില് മറ്റേ ഫുട്ബോളിന്റെ ജിമ്മിന്റെ ഒക്കെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് പണ്ട് ഞാനപ്പോ എനിക്ക് ഇഞ്ചുറി ആയി. അപ്പൊ അങ്ങനെ നിർത്തിയാ. ഞാൻ അതിനു മുമ്പ് ഒരു കോളേജിൽ കയറിയിരുന്നു, സ്പോർട്സ് കോട്ടായിട്ട് അങ്ങനെ കയറിയതാ. അപ്പൊ ഇഞ്ചുറി ആയപ്പോ അത് ക്ലാസ്സിനൊന്നും പോക്കില്ല, കോളേജ് വരെ പോകും, കുട്ടികളെ കാണും, തിരിച്ചു പോരും, അങ്ങനെ ഒരു ലെവലിൽ ആണല്ലേ. അപ്പം വീട്ടിലെല്ലാവരും വാവയെന്ന് തന്നെയാണോ വിളിക്കുന്നത്? ഇടക്ക് വാവെന്ന് വിളിക്കും, ഇടക്ക് തൊള്ളി കിട്ടുന്നൊക്കെ വിളിക്കും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഒരുപാട് വാവകൾ ഉണ്ടല്ലോ. ഇപ്പൊ പൊന്നു വാവ, റാഷിദ് അലി വാവ, അങ്ങനെ ഒരുപാട് വാവകളെ. കുണുവാവ ഫാൻ ആണോ? അത്രക്കാണ് പറ്റൂലോളെ. അതെന്തേ? എന്തോ പറ്റൂല, ദഹിക്കൂല അങ്ങോട്ട്. ആണോ? ഓക്കെ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ടായിരിക്കുമല്ലോ. ഗേൾസ് ആണോ കൂടുതൽ മെസ്സേജ് അയക്കാറ്? അങ്ങനൊന്നുമില്ല, രണ്ടാളും മെസ്സേജ് അയക്കും. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലാസ്റ്റ് റീസെന്റ് ഇപ്പൊ വന്നിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? അത് അങ്ങനെ ചോദിച്ചൊക്കെ അങ്ങനെ ഫോണില് ഉണ്ടാവുമല്ലോ. ഫോൺ അവിടെ. എടാ ഫോണൊന്നും തരൂ. എന്തൊരു ആത്മാർത്ഥത ഉള്ള ചങ്ക്. എന്ത് ഏത്? പേഴ്സണലല്ലോ, മറ്റേ പേഴ്സണൽ സൂപ്പർ ആയിട്ടല്ലേ? ഫാൻ മെസ്സേജ് ഉണ്ടാവുമല്ലോ, ഇക്ക സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വീഡിയോ ഇടാൻ വീഡിയോ ഇടണ്ടാണ്. അങ്ങനെയൊക്കെ ചോദിക്കൂലേ? ഈ ടൈം മിസ് ചെയ്യണ്ടാറുണ്ട്. അതേതാ ഒരു പെണ്ണാണ്. അപ്പൊ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ടല്ലേ? ഡെയിലി വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ ഈ കോണ്ടന്റ്സ് ഒക്കെ? ഡെയിലി ലൈഫ് നമ്മൾ എന്തൊക്കെ കാട്ടുന്നു അതൊക്കെ ഇടും, എല്ലാം ഇടും. ഞാൻ കണ്ടു ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പൊ ഈ ഷൂട്ടിങ്ങും എഡിറ്റിംഗും ഒക്കെ ആരാ ചെയ്യുന്നത്? ഫ്രണ്ട്സ് ആരെങ്കിലും? എല്ലാം ആണോ? അപ്പം ഫസ്റ്റ് ഹിറ്റ് ആയ വീഡിയോ ഏതാ? ഫസ്റ്റ് ഹിറ്റ് ആയത് ഞാന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഫുട്ബോളിന്റെ ടൈമിലാണോ അതോ ഇതിലാണോ? ഐ മീൻ ഇൻസ്റ്റാഗ്രാമില്. പേടിയുണ്ടോ? കൈ വിറക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് ഓൾറെഡി ഉണ്ട്. വിറവലുണ്ടോ? എപ്പോഴും വിറക്കും. എന്തിനാ വിറക്കുന്നേ? എന്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ അട്ടപ്പാടി പോകുമ്പോ ഒരു പൂച്ചനെ അടിച്ചിരുന്നു. പൂച്ചനെ അടിച്ച കൈ വിറക്കുന്ന കാരണന്മാര് പറയലുണ്ട്.
അതുകൊണ്ടാണോ അങ്ങനെ ആവുമ്പോ വിചാരിക്കണു ഇനി അറിയില്ല. പേടിച്ചിട്ടല്ല, പേടി എനിക്ക് ഉണ്ട്, പക്ഷെ എന്നാലും പേടിച്ചിട്ടല്ല. ഇപ്പൊ പേടിയില്ലല്ലോ? എനിക്ക് എന്തിനു പേടി? അല്ല ഞാൻ ചോദിച്ചതാ. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് വൈറലായ വീഡിയോ ഏതാ? ഫുട്ബോളിലാണെങ്കിൽ എന്താ, ഞാൻ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കരുത് അങ്ങനൊക്കെ ഒരു ഡയലോഗ് അടിച്ചിരുന്നു. വെയിലത്തുനിന്ന കറക്കും, അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ വെയിലത്താ നിക്കണേ, വെയിലത്തുനിന്ന കറക്കും, പെണ്ണുങ്ങൾ കളിയില്ല, പെണ്ണുങ്ങൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയും. പക്ഷെ കളിച്ചൊരു നിലയ്ക്ക് എത്തുകയാണെങ്കിൽ നമ്മളെ പിന്നാലെ പെണ്ണുങ്ങൾ താനെ വരും പറഞ്ഞു. അത് അപ്പത്തെ മൈൻഡിൽ പറഞ്ഞാണ്. പിന്നെ നോക്കിയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങിക്കണേ വായിനൊക്കെ. അങ്ങനെ ആ മുഖത്തൊരു ഗ്ലോ കാണുന്നുണ്ട്, എന്താ സംഭവം? ഗ്ലോ അല്ല, ഇപ്പൊ മുഖം ആകെ പോയി കിടക്കാണ്. അതെന്താ പക്ഷെ ഈ ലൈറ്റ് അടിച്ചിട്ടാണോ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോ കാണുന്നുണ്ട്. അതെന്താ സംഭവിച്ചാല് ഞാന് ഈ ഫേസ് വൈറ്റനിങ് ക്രീമുകളൊക്കെ തേച്ചിട്ടേ എനിക്ക് സൈഡ് എഫക്ട് വെളുത്തിട്ട് പറഞ്ഞ ആ ബ്രാൻഡ് അല്ല, വേറെ ബ്രാൻഡ്. അപ്പൊ എനിക്ക് സൈഡ് എഫക്ട് വന്നിരുന്നു, കുരുകളൊക്കെ. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ അതിന് 4 ദിവസം ഉണ്ടാവും. ആണല്ലേ? ഓ ഓ ഓ ലൈക്ക് ക്രീം ടെസ്റ്റ് പൊള്ളിപ്പോയോ? അങ്ങനെ പൊള്ളിപ്പോയിക്കല്ല, പിമ്പിൾസ് വന്നു. പിമ്പിൾസ് വന്നല്ലേ? ആണല്ലേ? അപ്പൊ ഇപ്പം വാവിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ഇതാണ് എന്റെ ഒരു കരിയർ അങ്ങനെ തീരുമാനിച്ച ആ ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു? ഫേമസ് ആവണം, ലൈക്ക് 4 ആൾ അറിയണം, അങ്ങനെയൊക്കെ തോന്നിയത് എപ്പോഴായിരുന്നു? സത്യം പറഞ്ഞാല് എനിക്ക് ഫേമസ് ആവണം എന്റെ ചെറുപ്പത്തിലുണ്ട്. എന്ത് മേഖലയെന്നില്ല, എങ്ങനെയായാലും പുറത്തു പോകുമ്പോ 4 ആൾ അറിയണം. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ചൂസ് ചെയ്തൊരു ഇതാണ് ഫുട്ബോള്. പിന്നെ ഫുട്ബോൾ അറിയാലോ, ആ ടൈമിലൊക്കെ ഭയങ്കര ഫെയിമാണ്, അതൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഫുട്ബോൾക്ക് ഇറങ്ങി. പിന്നെ യൂട്യൂബ്, അപ്പൊ ഫെയിം കിട്ടുമല്ലോ, അങ്ങനെ യൂട്യൂബിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ ഇപ്പോ ഇങ്ങനെ ഒരു വാശി വന്നത് എന്താ വെച്ചാല്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയി. ഞാൻ തന്നെ തേച്ച്. അതെ അതെ, തേച്ച് എന്ന് പറഞ്ഞാൽ ഓളെ പേഴ്സണൽ കാര്യമാണ്. മീൻസ് അത് കുറച്ച് പറഞ്ഞ മോശമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാല് ആൾക്കാർക്ക് അറിയോളെ. ഫേമസ് ആയിട്ടുള്ള ആള്. ഫേമസ് ആണോ വെച്ചാൽ അത്ര ഫേമസ് ഒന്നും അല്ല. നാട്ടിലുള്ള തന്നെയാ? നാട്ടിലല്ല. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ പരിചയപ്പെട്ടത്? സ്നാപ്ചാറ്റിലോ? സ്നാപ്ചാറ്റിൽ ഭയങ്കര പുള്ളിയായിരുന്നു. അതിലാണ് ശരിക്കും അങ്ങനെ വ്ളോഗ് ഇങ്ങനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ കുട്ടികളെ വളർക്കാത്തൊരു പരിപാടി. ഓ, അപ്പൊ 4 ആളല്ല 4 കുട്ടികളെ അറിയണം എന്നാണ് ആഗ്രഹം. കുട്ടികളെന്നല്ല, 4 ആളെ അറിയണം. കുട്ടികളാകുമ്പോ ഒന്നും കൂടി നല്ലതല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ആരെങ്കിലും വന്ന് സെൽഫി എടുക്കാൻ അങ്ങനെയൊക്കെ വരാറുണ്ടോ? ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നത് എപ്പോഴായിരുന്നു? ഫസ്റ്റ് എങ്ങനെ ഉണ്ടായത്, ഞാൻ ഫുട്ബോളിന്റെ ടൈമിലായിരുന്നു. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അങ്ങനെ കളിക്കാൻ മണ്ണാർക്കാട് അവിടെ പോയപ്പോ കുറച്ച് ചെറുക്കന്മാര് അങ്ങനെ. അപ്പം കൂടുതൽ ഗേൾസ് ആണോ വീഡിയോസ് കാണാറ് ഇപ്പോ? ആണോ? സപ്പോർട്ട് ചെയ്യുന്നവര് ഗേൾസ് തന്നെയാണ്. അപ്പൊ ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു തരാണെങ്കിൽ ഒരുപാട് ട്രാവലിംഗിന്റെ ഒക്കെ വീഡിയോ കാണാറുണ്ട്. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണോ? ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയാ? എനിക്ക് ഏറ്റവും എന്റെ ഫേവറേറ്റ് പ്ലേസ് പറഞ്ഞാല് ഊട്ടിയാണ്. ഊട്ടി. ഊട്ടിയിലൊരു എന്തോ ടെന്റിന്റെ ഒരു വീഡിയോ എന്തോ ഞാൻ കണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ മണാലി പോയാലും എനിക്ക് ഊട്ടി തന്നെ. അവിടെ എന്തോ ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ട്. ഊട്ടി ഞാൻ അനങ്ങിയാ പോവും ഊട്ടിക്ക്. പക്ഷെ നമ്മളെ വീഡിയോ വൈറലായത് കൊടൈക്കനാൽ പോയതാ. അതാണ് വൈറലായത്. പിന്നെ വാവേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പോലും മനസ്സിലാവില്ല, അത്രയും ഒറിജിനാലിറ്റിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയേയില്ല, അതെങ്ങനെ അങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ബുദ്ധിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് എന്താ സംഭവിച്ചാല് നമ്മള് എന്താ, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഈ ഇതൊക്കെ ഫീൽഡിക്ക്, അതായത് ഇപ്പോ ഈ ട്രാവലിംഗ് കടക്കാൻ തന്നെ കാരണം ഞാന് എന്താ, എനിക്ക് വൈറലാവണമെന്ന് നല്ല ആഗ്രഹം. മീൻസ് ഞാൻ പറഞ്ഞില്ല ബ്രേക്കപ്പിന്റെ അതിന് വഴി തെറ്റിപ്പോയി നിങ്ങള്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഓള് ബ്രേക്കപ്പ് ആയി. അതിന് ശേഷം ഓള് എന്താ എന്തോ ഒരു ഡയർ എന്തോ പറഞ്ഞിട്ട് ഒരു ചെക്കന്, അത്യാവശ്യം ഇൻസ്റ്റയില് ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെ അല്ലാണ്. ആ ടൈമിൽ എനിക്ക് 60 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് അത്ര ഒന്നുമില്ല. അപ്പൊ എനിക്ക് വാശി. അപ്പൊ ഞാൻ എന്റെ ചങ്ങാനോട് എന്റെ ചങ്ങാനോട് പറഞ്ഞു, എനിക്ക് ഈഗോ നല്ല പ്രശ്നമുണ്ട്, നല്ല ഈഗോ പ്രശ്നമുണ്ട്. ഇല്ല, എന്നോടൊന്നും പറയില്ല. എനിക്ക് നല്ല ഈഗോന്റെ പ്രശ്നമുണ്ട്. അപ്പോ എനിക്ക് ഓനെ കടത്തണം, ഞാൻ ഓൻ്റെ അടുത്ത് അന്ന് പറഞ്ഞേക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. ഞാൻ ട്രാവലിംഗ് നടത്തി വീഡിയോ ഇട്ട് ഓനേക്കാൾ ഇപ്പൊ മുമ്പിലാണ് ഇപ്പൊ. അതാണ് അപ്പം ഉണ്ടായിരുന്ന ഒരു ഇൻസ്പിറേഷൻ. അപ്പം വാവകള് പൊതുവെ കരയണ കൊടുത്ത്, ഇപ്പൊ ചെറിയ വാവകളൊക്കെ ഒരുപാട് കരയും. ഈ വാവ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴാ? കരഞ്ഞത് ബ്രേക്കപ്പിലാണോ? ബ്രേക്കപ്പ് എന്താ, ഒന്ന് പോയാ അവള് പോയ അവളുടെ അനിയത്തി അങ്ങനെ വിശ്വസിക്കുന്ന വരും. ഇപ്പൊ സിംഗിൾ ആണോ? ഇപ്പൊ സിംഗിൾ ആണ്.
ശരിക്കും പറ. വല്ലാഹി സത്യം. കാണുന്ന ആരാധികമാരുണ്ടെങ്കിൽ സ്കോപ്പ് ഉണ്ട്. സിംഗിൾ അല്ല, എന്തായിരുന്നു സൂപ്പർ മാമ സിംഗിൾ ആണ് ഇപ്പോ. അങ്ങനല്ല, ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകണല്ലോ. അവിടേക്ക് ഒരു സ്വാലിഹത്തായ ഒരു കുട്ടീനെ വളർക്കണം. എവിടെ? ബാംഗ്ലൂരിന്ന്. ഓക്കെടാ, സ്വാലിഹത്തായ കുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, ശരിക്കും എത്ര റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ കയ്യും മണ്ണാൻ പറ്റൂല, അത്രക്ക് ഉണ്ടായിക്കണു. ഞാൻ എന്താ പറഞ്ഞാല് ലോങ് ആയിട്ടൊന്നുമില്ല. എത്ര എന്നാലും ഏകദേശം എത്ര ഡ്യൂറേഷൻ ഉണ്ടായിട്ടുണ്ടാവും? അങ്ങനെ പറഞ്ഞാല് ഒരു റിലേഷൻ അത്യാവശ്യം കുറച്ചുണ്ടായിക്കണം, ഒരു 2.5. അതാണ് ട്രൂ ലവ് ഉണ്ടായിരുന്നത്? ട്രൂ ലവ് ഒക്കെ ട്രൂ ലവ് തന്നെ, എല്ലാം ട്രൂ ലവ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറണ എല്ലാ ആഴ്ചയും ട്രൂ ലവ്. ഞാൻ അന്നേരം ഒരാളും വെറുതെ നോക്കിയിട്ടില്ല. പിന്നെ ആ ഒരു എങ്ങനെ അപ്പം ബ്രേക്കപ്പ് ഉണ്ടാവുന്നേ? എല്ലാം വാവ തന്നെയാണോ തേക്കുന്നേ? ഇന്നതേ ഒരു പെണ്ണ് തേച്ചിട്ടില്ല. അതിന്റെ സമയം കൊടുക്കണ്ടേ, അതിന്റെ മുമ്പ് തേക്കണേ. ഒരു മണം അടിക്കുമ്പോ അപ്പൊ തന്നെ തേക്കും തോന്നുന്നു. മണം അടിക്കൊന്നുമില്ല, നമ്മളന്നെ അങ്ങോട്ട് തേക്കും. നമ്മളങ്ങോട്ട് ചതിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് ബ്രേക്കപ്പ് ഒരു ചതി ഉണ്ടായി. അതാണ് ബെസ്റ്റ് അല്ല, എക്സ് വന്നു. ഇനിയിപ്പോ ബാംഗ്ലൂർ പോയ സ്വാലിഹത്തായ കുട്ടീനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഒരു ബെസ്റ്റ് ഇല്ലാത്തൊരു കുട്ടീനെ കിട്ടിയ അത്രേ ഉള്ളൂ. അപ്പം ഇതിനു മുമ്പ് ഇപ്പം ലൈക്ക് ലാസ്റ്റ് ബ്രേക്കപ്പ് ആയത് ബെസ്റ്റ് ഉള്ളതുകൊണ്ടാണ്? ബെസ്റ്റ് അല്ല, അത് എക്സ് വന്നു. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന് മുമ്പുള്ള ബാക്കിയുള്ള ബ്രേക്കപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ബാക്കിയുള്ള ബ്രേക്കപ്പ് എന്താ, നമുക്ക് ഒരു മൂഡ് സിംഗ് വൈബും പിന്നെ മൂഡ് സിംഗ് വരുമല്ലോ. നല്ലോ മൂഡ് സിംഗ് ഉണ്ട്. അല്ലേ? അതല്ലേ ഇവര് പറഞ്ഞു അതല്ല കാരണം. ഇതന്നെയാണ് കാരണം. നമ്മളിപ്പോ റിലേഷൻഷിപ്പിൽ നീ എന്നോ തേക്ക് എന്ത് പറഞ്ഞിട്ട് ഈ തേക്കുക? ആദ്യം ഓരോ കാരണങ്ങളോടും. എന്തൊക്കെ കാരണങ്ങളാ പറയാ? അതായത് ഇപ്പൊ ഒരാളെങ്ങനെ ഒഴിവാക്ക? എന്തും പറഞ്ഞിട്ടാ തേക്കുക? നമുക്ക് പിരിയാം അങ്ങനെയൊക്കെയാണോ പറയുന്നത്? നമുക്ക് പിരിയാം, ഇത് വർക്ക്ഔട്ട് ആവില്ല, അങ്ങനെ നമുക്ക് വൈബ് സെറ്റ് ആവില്ലെന്ന് തോന്നും. മീൻസ് നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, റിലേഷൻഷിപ്പ് ഇല്ലാതാണ് സെറ്റ്. പക്ഷെ ഇടയ്ക്ക് ബോറടിക്കും, അപ്പൊ റിലേഷൻഷിപ്പിലാവണം എന്ന് തോന്നും. അങ്ങനെ ഒന്ന് തേക്കാന്ന് കാണാൻ. തേക്കാനോ? ഞാൻ തന്നോട് പറയാം, അല്ല കൊഴപ്പൊന്നുമില്ല, ഞാൻ തന്നോട് തേക്കാൻ പറയാം. അല്ല, എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. എന്റെ സ്വഭാവം വെച്ചിരിക്കും, സ്വഭാവം എനിക്ക് അറിയില്ലല്ലോ. അല്ല, എന്നാലും എല്ലാവരുടെ അടുത്തും ഇപ്പൊ എന്താ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് തേച്ച് പറഞ്ഞ ഞാൻ അവളോട് എന്താ വൈബ് സെറ്റ് ആവണല്ല, ഒരു ഭരിക്കണൊക്കെ പോലെയാണ്. പിന്നെ ടോക്സിക് ആണോ വാവ? ഞാൻ ടോക്സിക് ആണോ ചോദിച്ചാൽ ടോക്സിക് അല്ല, പക്ഷെ പൊസസീവ് ആണ്. പൊസസീവ് പറഞ്ഞാൽ അങ്ങനത്തെ ഭയങ്കര സീനൊന്നും ഇല്ല. കലിപ്പനാണല്ലേ? കലിപ്പനല്ല, കാന്താരി ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ പരിപാടിയില്ല. ഇല്ല. അപ്പം വാവ പറഞ്ഞു വാവ ഭയങ്കര പൊസസീവ് ആന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യത്തിലാ പൊതുവെ പൊസസീവ് ആവാറ്? മെയിൻ ആയിട്ട് ഇപ്പൊ എന്താ പറയാ, അപ്പൊ നിങ്ങൾ ടോക്സിക് പറയൂ. അപ്പൊ നിങ്ങൾ ടോക്സിക്കാന്ന് പറയൂ. ഇല്ല, പറഞ്ഞോ. ഇതിപ്പോ നമ്മള് മാത്രമല്ല അറിയുള്ളൂ, വേറെ ആരും അറിയില്ലല്ലോ. നിങ്ങള് വാട്സപ്പ് ഗ്രൂപ്പിലല്ലേ ഇടുന്നത്, ഇത് യൂട്യൂബിലാണ്. യൂട്യൂബിലാണെങ്കിൽ വാവയ്ക്ക് പിന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് വാവനെ മനസ്സിലാക്കിയ ഒരു കുട്ടി വരട്ടെ, സ്വാലിഹത്തായ ഒരു കുട്ടി വരട്ടെ. എനിക്ക് കുട്ടീനെ കിട്ടാത്ത പരിപാടിയൊന്നുമില്ല. എനിക്ക് ഞാൻ മെയിൻ ആവാൻ പറയല്ലോ. ഡെയിലി പുറകെ കുട്ടികൾ ഇങ്ങനെ നടക്കണില്ല. ഇൻസ്റ്റഗ്രാമില് വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. വാവയുടെ ഒരു ഗേൾ ഫ്രണ്ട് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? പെണ്ണായാ മതി. എല്ലാരും പറയും ഭംഗിയില് കാര്യമില്ല നോക്കെ, പക്ഷെ ഞാൻ കുറച്ച് ഭംഗി വേണം. പിന്നെന്താ, കുറച്ച് വൈബ് വേണം. വൈബാണ്. എന്താ വാവയുടെ വൈബ് എന്താ? ചാടിത്തുള്ളി നടക്കണ കുട്ടികളാണോ? തെറിച്ചെടുക്കണ കുട്ടികളാണ് ഇഷ്ടം. ഓക്കെ, പിന്നെ തെറിച്ച് ചാടരുത്. ഇല്ല, ഓക്കെ. പിന്നെ എന്തൊക്കെയാ വേണ്ടേ? അത്ര മതി. ഭംഗി വേണം, പിന്നെ കുറച്ച് പൊട്ടിത്തെറിച്ച് കൊണ്ടാണോ? പൊട്ടിത്തെറിച്ച് നടക്കണം. മൊയന്താണോ? ഓ, മൊയന്തായ കുട്ടികളെയാണ് ഇഷ്ടം. നമുക്ക് സ്കീമിടാം. തേക്കാല സ്കീമല്ല, പിന്നെ നമുക്കിപ്പോ ചില റിലേഷൻ കണ്ട ഏത് നേരം നമുക്ക് ചാറ്റ് ചെയ്തിരിക്കൊക്കെ വേണ്ടിവരും. ചടപ്പ് പരിപാടിയല്ലേ. അങ്ങനെ ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ഇതല്ല, അതിന് മുന്നത്തെ റിലേഷൻ. ഇതിന്റെ മനസ്സിലായില്ലേ? എക്സ് ആണോ വൈ ആണോ? എക്സിന്റെ പിന്നത് വൈ അല്ല, എക്സിന്റെ പിന്നത്തെ എക്സിന്റെ മുന്നത്തെ.
ഓക്കെ. അപ്പൊ നമുക്ക് ചക്കം പക്കം, എന്റെ ഷോയുടെ പേര് ചക്കം പക്കം എന്നാണ്. അപ്പൊ നമുക്ക് ചക്കം പക്കത്തിലോട്ട് പോവാം. അപ്പൊ ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളായിരിക്കും. അപ്പം ഞാൻ ഇപ്പൊ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന് യെസ് ആണെങ്കിൽ യെസ് മെഹർ എന്ന് പറയാ, നോ ആണെങ്കിൽ നോ മെഹർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചക്കം. വാവ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സൂപ്പർ വാവയായത്. ഒരിക്കലല്ല. നോ അല്ല, ഞാൻ ഒരു പെട്ടെന്നൊരു ഗ്രോ ഉണ്ടായത്. ഞാൻ ഇത്രക്കൊന്നും ഞാൻ തന്നെ പ്രതീക്ഷിച്ചു. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഫുട്ബോളിന് നല്ല കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ലൈഫിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, എന്തിനേലും ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചോ അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നും തരുന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എനിക്കത് തന്നെയാണ്. ഇപ്പോൾ ഫുട്ബോളിൽ ഉണ്ടാകുമ്പോൾ ലൈഫല്ല എൻ്റെ ലൈഫ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഒരു ഫുട്ബോൾ പ്ലെയറെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാ? ക്രിസ്ത്യാനോ. ഓക്കെ. എനിക്ക് താങ്ക് യു. ഇരിക്കട്ടെ വെറുതെ. ഓക്കെ. അപ്പൊ നമ്മുടെ പക്കം ഞാൻ പറഞ്ഞല്ലോ ടാസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു തേപ്പ് സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. നീ കാമുകൻ, ഞാൻ കാമുകി. ഓക്കെ. ടോപ്പിക് വേണ്ടേ? ഡേറ്റിംഗ് ഇസ് നോട്ട് എ പ്രോമിസ്. അങ്ങനെ പറഞ്ഞാ മലയാളം പറയട്ടോ, ഇംഗ്ലീഷ് ഒന്നും പറയല്ലേ. നമ്മൾ കുറച്ച് ഡേറ്റ് ചെയ്തു എന്ന് വെച്ച് നമ്മൾ റിലേഷൻഷിപ്പിൽ ആണെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ കുറെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് പക്ഷെ നമ്മൾ റിലേഷൻഷിപ്പിൽ ലൈഫ് ലോങ് നീ എന്റെ കൂടെ ഉണ്ടാവണം എന്നല്ല അതിന്റെ അർത്ഥം. അതും പറഞ്ഞിട്ടാണ് ഇങ്ങനെ തേക്കണേ. ഓക്കെ. ഞാനിപ്പോ ഇത് കണ്ടിട്ട് അത് കുറച്ച് മോശല്ലേ? ഇത് ടാസ്ക് അല്ലേ? അതന്നെ. എന്നാലും അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ തേക്കാറില്ല. ഒരു കാരണമുള്ള കാര്യത്തിനാണ്. നമുക്ക് വൈബ് സെറ്റ് ആവൂല. ഓക്കെ. പക്ഷെ ഒരു ടൈമിൽ തന്നെ 2 വാവ എന്നേവരെ നോക്കിയിട്ടില്ല. അതിന് അസറപ്പിനെ കിട്ടൂല. ഓക്കെ. അപ്പൊ നമുക്ക് സീൻ റീക്രിയേറ്റ് ചെയ്യാം. അതന്നെ വേണോ? അത് മതിയില്ലേ? ഓക്കെ. പറയാ ഡേറ്റ് ചെയ്തെന്ന് വെച്ചാല് അതിനനുസരിച്ച് എനിക്ക് ലൈഫ് ലോങ് നീ കൂടെ ഉണ്ടാവണം എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട്. എടി നമ്മള് ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി കാലകാലം നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഈ എന്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മള് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഇങ്ങനെയാണോ ചെയ്യുന്നേ? അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും മനുഷ്യന്മാരല്ലേ. അതും പറഞ്ഞിട്ട് മനുഷ്യന്മാരാന്ന് വെച്ചിട്ട് ഞാനൊരു മനുഷ്യനല്ലേ? നീ എന്റെ അടുത്ത് എന്നെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നേ? എന്റെ ഇമോഷൻസിന് ഒരു വിലയില്ലേ? നമ്മൾ എത്ര സിനിമയ്ക്ക് പോയിട്ടുണ്ട്, എത്ര വട്ടം ലുലു മോളിൽ പോയിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ എന്താ പറയാന്ന് വെച്ചാലേ എനിക്ക് വൈബ് സെറ്റ് ആവില്ല. എനിക്കിപ്പോ ഇനി ഫ്രീ ആയിട്ട് നടക്കണം. അപ്പൊ എന്റെ സങ്കടത്തിനും എന്റെ കരച്ചിലിനും വിഷമത്തിനും ഒന്നൊരു ഇതില്ല, അങ്ങനെയാണോ നീ പറയുന്നേ? അങ്ങനല്ല. എനിക്കറിയാം നീ കുറെ പേരെ തേക്കുന്ന ആളാന്നറിയാം, പക്ഷെ അവരെ പോലെ അല്ല ഞാൻ നിന്റെ അടുത്ത് അത്ര സിൻസിയർ ആയിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. അത് നീ മനസ്സിലാക്കണം. ഞാൻ ഒരു ദിവസം അറിയാണ്ട് നിന്റെ ഫോണൊന്നും എടുത്ത് നോക്കിയായിരുന്നു നീ ബാത്റൂമിൽ പോയ സമയത്ത്. സോറി. അതിനെന്താ, ബാത്റൂംക്കല്ലേ. അപ്പം വാവയ്ക്കുള്ള അടുത്ത ചക്കം. സൂപ്പർ വാവയുടെ ലൈഫില് ഒരു ട്രോമ ഉണ്ട്. മറക്കാനാവാത്ത പക്ഷെ എന്നാലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തല്ല, പക്ഷെ മറക്കാൻ പറ്റൂല. എന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുത്തൂറ്റിന് വേണ്ടി കളിച്ചിരുന്നു. മുത്തൂറ്റി ഓരോ ക്ലബിന് വേണ്ടി കളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഡെവലപ്മെന്റ് ലീഗ് പറഞ്ഞൊരു ലീഗ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ എറണാകുളത്തായിരുന്നു. ആ എറണാകുളത്തെ കളി കഴിഞ്ഞാൽ പിന്നെ മുംബൈയിലോ ഡൽഹിയിലോ എവിടെയൊക്കെ കളി. അപ്പോൾ അതിനൊരു 1 വീക്കിന് ആ കളിയിൽ നമ്മൾ തന്നെ വിന്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള 2 ടീമാണ് മുംബൈക്ക് പോവാം. അപ്പോൾ ഒരു 1 വീക്ക് നമുക്ക് വീട്ടിലേക്ക് വരാൻ ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയ ടൈമിലേക്ക് ചിക്കൻ ബോക്സ് വന്നു. പിന്നെ കുറച്ച് ക്യാമ്പൊക്കെ നടക്കും. അപ്പോൾ ഞാനിങ്ങനെ കോച്ചുമാരോടൊക്കെ ഞാൻ അപ്പം തന്നെ കുറേ ഡോക്ടർമാരൊക്കെ എങ്ങനെ പറ്റണ പോലെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നോക്കി. സംഭവം മാറിയെന്ന് ഞാൻ അതായത് അവിടെ ക്യാമ്പ് അടക്കും. അപ്പോൾ ഞാൻ കോച്ചുമാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വരട്ടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ക്യാമ്പിലുള്ളവർക്കും കൂടി വന്നാൽ ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ അവിടെ നിന്നോ, ടീമിൽ എന്തായാലും ഇടാം, എന്തായാലും 3 കീപ്പറായിരുന്നു, 3 കീപ്പേഴ്സ് വേണ്ടി വരും, അപ്പോൾ എന്തായാലും വിളിക്കാറുണ്ട്. ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചു. ആകെ ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ
എന്താ പെരക്കാരൊക്കെ കൂട്ടിയിട്ട് ട്രോളിയൊക്കെ വാങ്ങി. അത് സാധാ ട്രോളിയൊക്കെ പെരയിലുണ്ട്, അതൊന്നും പോരാ, പ്ലേസ് കിട്ടുന്ന ട്രോളിനെ വേണം പറഞ്ഞിട്ട് ട്രോളിയൊക്കെ പോയി വാങ്ങി ഒക്കെ സെറ്റ്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഒരു സ്വഭാവം കാരണം എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നു കഴിഞ്ഞാല് എല്ലാവരോടും പറയും. പക്ഷെ ഭയങ്കര ഒരു ഇടങ്ങേറുള്ള സംഭവമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരു കാര്യം ഇപ്പം വാവേനടുത്ത് സംസാരിച്ചത് മനസ്സിലായത്, ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചപ്പോ ഇതിനു മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴായാലും ഫുട്ബോളിനെ പറ്റി ഒരുപാട് പറയും. ഇപ്പം കളിക്കാൻ പോവാറില്ല, ഇഞ്ചുറി വന്നതിന് ശേഷം ഇപ്പൊ കളിക്കാറില്ല അല്ലേ? ഓക്കെ, ഞാൻ ഒരു ട്രോമ ചോദിച്ചു എന്നുള്ളൂ, അതും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കരുത്, നമ്മുടെ ചക്കപ്പക്കം ചാടി ചാടി നിക്കണം. ഞാൻ പറഞ്ഞില്ല, മൂഡ് സ്വിങ്സ് ആണ്, പെട്ടെന്ന് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ പക്കം ഇപ്പൊ ചക്കം കഴിഞ്ഞു, അതിന്റെ പക്കം. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സുന്ദരി നായികമാരുണ്ട്. അപ്പം വാവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 5 നായികമാര്, യുവ നായികമാർ ആരൊക്കെയാണ്, എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം? യുവ നായികമാരോ? മറ്റേ പെണ്ണില്ലേ, ആരാ? RDX പെണ്ണ് മഹിമ. എന്ത് ഇഷ്ടപ്പെടാൻ എത്ര കാര്യം മഹിമ ചേച്ചിനെ? നല്ല ചുരുക്കല്ലേ? ഓ, മഹിമ ചേച്ചി. പിന്നെ മഹിമ ചേച്ചിനെയാണ് ഇഷ്ടം, വേറെ ആരും ഇഷ്ടമല്ല? എന്നാലും 3 പേരെങ്കിലും പറ. മഹിമാനെ ഇഷ്ടമാണ്. പിന്നെ പരക്ക് അങ്ങനെ സിനിമാ നടിമാരൊന്നും അറിയില്ല കേട്ടോ, പേരറിയില്ല. ബ്ലോഗേഴ്സിനെയാണോ അറിയണേ? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള അറിയില്ല, അറിയണ്ടവരാ. ഒരു ചെറിയ വണ്ണം, ഓള് അടിപൊളിയല്ലേ, നല്ല ക്യൂട്ടാണ്. ആ കുട്ടീനെ ഇഷ്ടം. പിന്നെ പറയാ ഐശ്വര്യ ലക്ഷ്മിനെ ഇഷ്ടമാന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതാരാ? ഐശ്വര്യ ലക്ഷ്മിനെ അറിയില്ല? നമ്മുടെ മായാനദിയിലൊക്കെ ഉള്ളേ. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. സിനിമ കാണാറില്ല? സിനിമ കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ മായാനദി കാണാത്തൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണുള്ളൂ, അല്ല ഫോണിലൊന്നും അങ്ങനെ കാണലില്ല. പിന്നെ ഒരാളെ ഇഷ്ടാന്ന് ഞാൻ അറിഞ്ഞു. ആരെ? പേര് ഞാൻ പറയട്ടെ? പറയട്ടെ, മെഹർ ഫാത്തിമ. വെറുതെ ഇപ്പൊ ഞാൻ പറയണോണ്ട് അല്ല, ഞാൻ കണ്ടിക്കണേ. അതിപ്പോ ഇവിടെ വന്നതിന് മുമ്പല്ലേ? അല്ലല്ല, അതിന് മുന്നേ ഞാൻ കണ്ടിക്കണേ. എപ്പൊ കണ്ടിക്കണേ? ഞാൻ കണ്ടിക്കണേ. അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ചക്കം, സൂപ്പർ വാവയുടെ മനസ്സിൽ ഭയങ്കര വലിയൊരു ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം? വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അങ്ങനത്തെ? സ്വപ്നം പറഞ്ഞാൽ ഫുട്ബോളിന്, പക്ഷെ അതെന്തായാലും ഇനി നടക്കൂല, ഇഞ്ചുറി. ശരിക്കും എങ്ങനത്തെ? എനിക്ക് ബാക്ക് പെയിൻ ആണ്. ബാക്ക് പെയിൻ ആണ്. ഞാൻ കുറെ ട്രീറ്റ് ചെയ്തു, റെസ്റ്റ് എടുത്തു, 1 ഇയറോളം റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുക്കാറില്ല, അങ്ങനെയല്ല, കറക്റ്റ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. നടക്കില്ല പറഞ്ഞാല് എനിക്കിപ്പോ കളിക്കണോണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴും തണ്ടലുവേനല്ല, പക്ഷെ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. ഇഞ്ചുറി വന്നാൽ 2ാം തരാണ്. ഫസ്റ്റത്തെ അത് എന്തായാലും കിട്ടൂല, നല്ലൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഈ ബാക്ക് പെയിൻ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാ ട്രാവൽ ചെയ്യുന്നൊക്കെ? അതിന് പെയിൻ ഉണ്ടാവും, പക്ഷെ എന്താ വെച്ചാല് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള പെയിനിന്റെ പോലെ അല്ലല്ലോ. ഞാൻ കാരണം ഫീൽഡിൽ ഇറങ്ങിയ ഒരു ടീമാണ് തോൽക്കുന്നത്. ട്രാവൽ ചെയ്ത് പെയിൻ നമുക്ക് സഹിക്കാം, ഈ പെയിൻ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പക്കം, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹിറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ആക്ട് ചെയ്ത് കാണിച്ചു തരും, അത് ആരാണെന്ന് പറയണം. ഓക്കെ, ഇതിനെയും കൂടെ അറിയില്ല എന്ന് പറഞ്ഞാല് ഈ സിനിമത്തൊന്നും വേണ്ട. സിനിമയിലല്ല, സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്, അറിയായിരിക്കും. ഓക്കെ, മുടിയോ, വീടോ, എന്താ തൊപ്പിയോ? തൊപ്പി ഓനക്കറിയാ, ഓനെ അറിയാമല്ല. പിന്നെ വീഡിയോയില് കണ്ടിട്ടാ. വീഡിയോ കാണാറുണ്ട്. തൊപ്പി ഫാൻ ആണോ? തൊപ്പിനെ ഇഷ്ടം. തൊപ്പിനെ എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഓൻ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ബാക്കിലോല പോലല്ല. ബാക്കിലോല് പറഞ്ഞാല് എഡിറ്റിങ്ങും കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇവന് ആ സ്പോട്ടിലുള്ള പരിപാടി, അതിന് കഴിവാനാണ്, അതിലുള്ള പറയാലോ. സംഭവം എന്തോ ചെയ്തോട്ടെ, പക്ഷെ കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ട്, അവര് കഴിവന്നല്ലേ. ആൾക്കാരെന്താ പറഞ്ഞോട്ടെ. അതെ, ഇനി അടുത്തൊരാളെ കൂടെ കാണിക്കാം. ആരാ? പറവേ? എയറിലാണോ? അല്ലേ, ആരെ കാട്ടണ്? ഇതാരാ? ഇതെന്തുട്ടാ? പക്ഷി, പറവ, ഒരു ഗെയിമറാണ്. ഗെയിമർ, ഹിപ്സ്റ്ററോ, കാസ്ട്രോ? പക്ഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത് ഈഗിൾ ഗെയിമിങ്ങോ? ഓന്റെ ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് തൊപ്പിന്റെ ഇങ്ങനെ ഓരോന്ന് കാണുമല്ലോ, അങ്ങനെ. ഞാൻ ഗെയിമേഴ്സിന്റെ വീഡിയോ ഒന്നും കാണൂല, ഗെയിം കാണാനല്ലോ ഓന്റെ വീഡിയോ കാണുന്നത്, ഓന്റെ വർത്താനം അതൊക്കെ കേൾക്കാൻ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഡോക്ടർ റോബിൻ.
അയ്യോ ഞാൻ പറഞ്ഞു നിന്നെക്കാൾ വലിയ മോയന്തല്ലേ. സോറി ആയിക്കോട്ടെ പറയാ. സോറി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സോറി കേട്ടോ. നിന്നോട് സോറി പറയണ. അപ്പൊ നമുക്ക് അടുത്ത ചക്കത്തിലോട്ട് പോവാം. ഭാവിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്? എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് വയ്ക്കൂല. അതെ, ഇപ്പൊ ഇവിടുന്ന് തന്നെ തേക്കാല സീൻ എന്നെ അഭിനയിച്ചപ്പോ കണ്ടില്ലേ? ആ പെട്ടെന്ന് ചിരിക്കൂന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ അനങ്ങാ ചിരിച്ചു. ആഗ്രഹം ഉണ്ട് അപ്പോ? ആഗ്രഹം ഇല്ലായിരിക്കും, സിനിമ അല്ലേ, ഫേമസ് ആവാൻ പറ്റൂലേ. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് തന്നെ വന്നിട്ട് ഫേമസ് ആവാൻ വേണ്ടിട്ടല്ലേ. ആണോ? എനിക്ക് നിങ്ങളോട് തുറന്നു പറയണോണ്ട് എനിക്ക് മടിയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഫേമസ് ആവാൻ തന്നെ. ഫേമസ് ആയാൽ മതി. റീച്ച് തന്നെ എന്നെ കാണുന്നേക്കാളും നിങ്ങളെ വീഡിയോസ് ആൾക്കാർ കാണൂലേ. ഓക്കെ, അപ്പം മൂവിയിൽ ഇപ്പൊ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടാണ് വെച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടെ ആര് അഭിനയിക്കണം എന്ന് ആഗ്രഹം? ഹണി റോസ്. വെറുതെ ഇവന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കാര്യം പറട്ടെ, എനിക്ക് ഹണി റോസിന് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ അത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിട്ട് ഇതാക്കിയാണ്. ക്ലിക്ക് ബൈറ്റ് എന്നല്ല, നിങ്ങളത് ഫസ്റ്റ് ഇടുവല്ലോ. ഇവൻ കണ്ടന്റ് തരാൻ വന്നേക്കണതാ. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഹണി റോസിന് അത്ര പറ്റൂല. വൃത്തിയേടാണ്. സാനിയപ്പോ ഓക്കെ. സാനിയപ്പന്റെ കൂടെ അഭിനയിക്കാനാണ്? അഭിനയിക്കാൻ ഇഷ്ടമൊന്നുമില്ല, അടിപൊളിയാണ്. അഭിനയിക്കാൻ ഇഷ്ടമെന്നല്ല ചേച്ചി, ഞാൻ വേറെ എന്തൊക്കെ ചിന്തിച്ച്. അഭിനയിക്കാന് മഹിമാൻ അമ്പ്യാറിന്റെ കൂടെ അഭിനയിക്കുക. മതി അങ്ങനല്ല, രസല്ലേ. ഓക്കെ, അപ്പം വാവയുടെ അടുത്ത പക്കം. അപ്പം അടുത്ത പക്കം നമ്മളൊരു ലവ് ട്രാജഡി സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. ഞാൻ മലയാളത്തിലും കൂടി ഒന്ന് പറഞ്ഞുതരാം. വാവ ഇപ്പൊ പറഞ്ഞല്ലോ, വാവേനെ ആരും തേക്കാറില്ല, തേച്ചിട്ടില്ല. സപ്പോസ് ഒരാൾ തേച്ചു എന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്റെ അടുത്ത് വന്ന് വാവ സങ്കടം പറയാ, നാലും അവളെ ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കണം. അങ്ങനെ അഭിനയിക്കണം. എന്റെ അടുത്ത് എന്താ പറയാൻ തോന്നൂല്ലേ എനിക്ക്? ഞാൻ ചിലപ്പോ സങ്കടം ആവില്ലട്ടോ പറയാ. തെറിയ പറയില്ല, തെറി ഞാൻ ഒറ്റക്കാണെ പറഞ്ഞത്. ഇത് ക്യാമറ അല്ലേ. പറഞ്ഞോ, തുടങ്ങിക്കോ. അഭിനയിക്കല്ലാണ്ട് ശരിക്കും അഭിനയം പുറത്ത് കിടട്ടെ. ഉള്ള കഴിവൊക്കെ പുറത്തോട്ട് കഴിവില്ല, ഉണ്ടാക്ക. ഓക്കെ, ജി പെണ്ണനല്ലേ? മീൻസ് അങ്ങനല്ല, അയ്യോ അങ്ങനല്ല. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ എന്റെ ചങ്ങായിമാരോടെ പറയാം. ആണോ? നമ്മളെന്ത് ഫ്രണ്ട്സ് അല്ലേ? അതല്ല, എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല? ഗേൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പോലും ഇല്ല? രണ്ട് ഇന്നെ ഗേൾ ഫ്രണ്ട്, അതായത് ലവിൽ എനിക്ക് തേപ്പെട്ടിട്ടില്ല. പക്ഷെ ബെസ്റ്റ് അല്ല, പക്ഷെ നമ്മൾ നല്ലൊരു ഇത് കൊടുക്കൂലേ, ബെസ്റ്റ് ആ ടൈപ്പ് അല്ലോ. നല്ല അങ്ങനക്ക് അതിക്ക് നല്ല വിഷമിക്കണം. നമ്മൾ അവോയ്ഡ് ആക്കുന്ന. ഇപ്പം സപ്പോസ് എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ചോദിച്ചെന്താ, ഞാൻ ചങ്ങായിമാരോടെ പറയില്ല. അപ്പൊ ഞാനോ എടാ എടീന്ന് വിളിച്ചണോന്ന് ചോദിച്ചാൽ എടാന്ന് വിളിച്ചോ, കുഴപ്പമില്ല. എടാന്ന് വിളിച്ചാലോ? ഓക്കെ, എടീന്ന് വിളിക്കാം. എടീന്ന് വിളിച്ചോ, എന്തെങ്കിലും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. എടി എന്നാ മറ്റോള് തേച്ചടി, പേര് പറഞ്ഞല്ലോ. പേരിപ്പം ഒരു പേര് പറഞ്ഞോ, ഏതെങ്കിലും പേര് പറഞ്ഞോ. എക്സ് വേണ്ട, അവളെ പേര് ഫേമസ് ആയാലോ. അല്ല, എക്സ് എന്ന് പേര് പറയണ്ട, എക്സ് എന്ന് ക്യാരക്ടർ നെയിം. ഓക്കെ, എടി എന്റെ എക്സ്. ഐ തേച്ചാലല്ലേ മോന്റെ എക്സ് ആവുക. എക്സ് എന്ന് പറഞ്ഞത് ഐ മീൻ ഒരു എന്താ പറയാ, നീ ഓൾജിബ്ര ഒന്നും പഠിച്ചിട്ടില്ല? ഇതൊക്കെ സ്കൂളിൽ ലൈൻ അടിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഓൾജിബ്രയിൽ ഇപ്പൊ നമ്മൾ എക്സ് ഒക്കെ പഠിക്കുമല്ലോ. എക്സ് ലെറ്റ് എക്സ് ബി എന്നൊക്കെ പറഞ്ഞിട്ട്. നീ എനിക്ക് മനസ്സിലായി. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് എന്താ പറയാ? അച്ചു. അച്ചു കേട്ടോ. എടി ഇന്നെ അച്ചു തേച്ചു. എനിക്കറിയില്ല എന്താ പ്രശ്നമൊക്കെ അറിയില്ല. ചിലപ്പോ എന്റെ കഴിവേറിയത് കൊണ്ടാവും. പക്ഷെ എന്താ അറിയില്ല, നല്ല വിഷമമുണ്ട്. ഓളിപ്പോ വേറൊരു ദുബായിക്കാരനെ നോക്കണേ. നമുക്ക് എന്തായാലും ഓനേക്കാളും മുമ്പിലെത്താം. എനിക്കൊന്ന് സംസാരിച്ചു നോക്കായിരുന്നില്ലേ ഓളടുത്ത്? എനിക്ക് മനസ്സിലായി, എനിക്ക് ഭയങ്കര കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈ കുറേ പെണ്ണുങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഓളെ പറ്റി എൻ്റെ അടുത്ത് വളരെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സംസാരിച്ചത്. എനിക്കൊന്ന് സംസാരിച്ച് നോക്കായിരുന്നില്ലേ? ചിലപ്പോ ശരിയായാലോ. അടുത്ത നോക്കിയാൽ മതി. അതാ നല്ലത്. ഓക്കെ, അപ്പം അടുത്ത ചെക്കപ്പ്. പാലക്കാടിലെ ഏറ്റവും വലിയ ചുള്ളൻ ഞാനാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടില്ല? സ്വന്തമായിട്ടൊരു മതിപ്പില്ല? അതെ, അങ്ങനെ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്.
ലുക്കില്ലാന്നോ? എനിക്ക് നല്ല ലുക്കുള്ള പോലെ തോന്നി. അതെനിക്ക് എനിക്ക് തോന്നാണത്. ഇല്ല, ലുക്കൊക്കെ ഉണ്ട്, കൊഴപ്പല്ല. ഇല്ല രസമുണ്ട്. അത് മീശ ഇഷ്ടല്ലേ വെക്കാൻ? മീശ ഇല്ലാത്തതാണോ ട്രെൻഡ്? അത് ഇപ്പോഴത്തെ ട്രെൻഡ് ഒക്കെ എന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചറിയില്ല. അല്ല, വാവയ്ക്കൊരു ധാരണ ഉണ്ട്. ഞാനായിട്ട് ഒന്നും ചെയ്യലില്ല. എന്നെ ചെങ്ങായിമാര് മോട്ടറാക്കിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണം. ആണോ? ഇവരാണപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു ഗേൾസിന്റെ ഒക്കെ ഒരു ഇതെന്ന് വെച്ചാൽ മീശയും താടിയുള്ള ആൾക്കാരാണ്. കട്ട മീശ കട്ട താടിയൊക്കെ ഉള്ള ആൾക്കാര് ഞാൻ 90s ഒന്നല്ലേ, എനിക്ക് എന്റെ പ്രായമുള്ളൂ. അല്ല നമ്മളൊരു പ്രായത്തിന് ഇപ്പത്തെ കുട്ടികൾക്ക് മീശൊക്കെ ഇല്ലാത്ത ചെറുക്കന്മാരെ ഇഷ്ടം. പ്രായം തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ? അയ്യേ, പ്രായം തോന്നിയെന്താ? ഓക്കെ, നമ്മുടെ അടുത്ത പക്കം ഒരു റൊമാൻറ്റിക് പാട്ട് പാടണം. പാട്ടാടാ അറിയില്ല. അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ല. അപ്പൊ ഞാൻ ആദ്യം പാടിയത് ഇപ്പൊ നോക്കിയിരുന്നില്ലേ? എനിക്ക് പാടാം. ഒരു പാട്ട് പാടുക, എനിക്ക് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പാടാൻ കിട്ടൂല, പറഞ്ഞായി പാട്ട് പാടാം. ഞാനൊരു പാട്ട് പറഞ്ഞു നമ്മൾ പാടുവോ? എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ. അത് അഭിനയിച്ചിട്ട് അഭിനയിക്കാൻ എന്നോട് പറയല്ലോ. അഭിനയിക്കൊക്കെ അറിയില്ല. ഇൻസ്റ്റഗ്രാമില് തരംഗമായിട്ടുള്ള സൂപ്പർ വാവയ്ക്ക് അഭിനയിക്കാനാ. അഭിനയിക്കില്ല തരംഗത്തിൽ, ഞാൻ എന്റെ ശരിക്കില്ല കാട്ടാണ്. എന്നാലും അന്നൊരു റൊമാൻറ്റിക് സോങ് പാടിക്കോ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ. മതിയില്ലേ? ഓക്കെ, അപ്പം നമ്മൾക്ക് ഒരുപാട് നേരം സംസാരിച്ചു. വെറുപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ? ബുദ്ധിമുട്ടായോ? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ധാരണയിലാ പോയതുപോലെ. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മളായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.